ഹായ് എവ്രി വൺ. ഇന്ന് 3 വെറൈറ്റീസ് ഓഫ് മഗ് കേക്ക്സ് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് 3 എഗ്സ് എടുക്കണം. 3 എഗ്സിൻ്റെ വൈറ്റും യെലോവും സെപ്പറേറ്റ് ചെയ്യണം. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള എഗ് ആവാനും നോക്കണം. ഫസ്റ്റ് എഗ് വൈറ്റ്സ് മാത്രം നല്ലപോലെ വിസ്ക് ചെയ്യണം. അതിനുശേഷം 1/4 കപ്പ് പൗഡേർഡ് ഷുഗർ, ഇതിൽ കാണിക്കുന്നത് പോലെയാണ് ഷുഗർ ആഡ് ചെയ്യേണ്ടത്. എഗ് യോക്സ് ജസ്റ്റ് സ്പൂണ് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് നേരത്തെ വിസ്ക് ചെയ്ത് വെച്ച എഗ് വൈറ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് മെല്ലനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2/3 കപ്പ് മൈദയാണ് ആഡ് ചെയ്യേണ്ടത് ഇനി. എന്നിട്ട് നല്ലപോലെ സ്ലോലി മിക്സ് ചെയ്യണം. ഇതിൽ കാണിക്കുന്നത് പോലെയാണ് മിക്സ് ചെയ്യേണ്ടത്. ആദ്യം സർക്കിൾ ചെയ്യുക, എന്നിട്ട് മിഡിലിൽ കട്ട് ചെയ്ത് പിന്നെയും സർക്കിൾ ചെയ്ത് മിഡിലിൽ കട്ട് ചെയ്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡാണ് ഇതിൽ ചെയ്യേണ്ടത്. ഇതിലേക്ക് 2 സ്പൂൺ ഗീയും ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 2 സ്പൂൺ മിൽക്കും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് ഇതേപോലെ തന്നെ മെല്ലനെ ഫോൾഡ് ചെയ്ത് എടുക്കാം. ഇങ്ങനെയാണ് അതിൻ്റെ ടെക്സ്ചർ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഗീ എടുത്ത് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഗ്ലാസിൻ്റെ എല്ലാ സൈഡും ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 2 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വെക്കാം. 3 ഡിഫറെൻറ്റ് ഫില്ലിങ്സ് ആണ് ഞാൻ ചെയ്യുന്നത്. ഈസി ഫില്ലിങ്സ് ആണ്. ഫസ്റ്റ് ഞാൻ ചെയ്തത് ഡയറി മിൽക്ക് ഫ്രൂട്ട് ആൻഡ് നട്ട് എടുത്തു. അതിൽ ഒരു 4 to 5 സ്പൂൺ ഓഫ് മിൽക്ക് ഒഴിച്ചിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒഴിക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ മിൽക്കിൽ 2 സ്പൂൺ ഷുഗറും ചേർത്ത് മിക്സ് ചെയ്തതും ഈ ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റിൻ്റെ സോസാണ്. 1 സ്പൂൺ സോസും കൂടി മിക്സ് ചെയ്തതാണ് കേക്ക്സിൻ്റെ ഓരോ ലെയേഴ്സിൽ ഒഴിച്ച് വെക്കുന്നത്. എന്നാൽ കുറച്ച് കേക്ക് നല്ല സോഫ്റ്റും ആവും. ഇതുപോലെ ഓരോ ലെയേഴ്സിൽ ഈ മിൽക്കിൻ്റെയും ചോക്ലേറ്റിൻ്റെയും സോസ് പോലെ ഒഴിച്ച് ഒരു ലെയറിൽ വിപ്പിംഗ് ക്രീം ഒഴിച്ച് കേക്ക് വച്ച് ടോപ്പ് ലെയറിൽ വീണ്ടും ചോക്ലേറ്റ് സോസ് വെച്ച് വേണമെങ്കിൽ ചോക്ലേറ്റ്സ് വെച്ച് ഗാർണിഷ് ചെയ്യും. അടുത്തത് പിസ്ത ഫില്ലിംഗ് ആണ്. അതിനായിട്ട് കുറച്ച് പിസ്തയും അൺസാൾട്ടഡ് ബട്ടറും ഒരു 3 സ്പൂൺ മിൽക്കും ഒഴിച്ച് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം വേറെ ഒരു ബൗളിൽ 4 to 5 സ്പൂൺ ഓഫ് പാലിൽ ഇതിൻ്റെ 1 സ്പൂൺ കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് കേക്കിൻ്റെ ഓരോരോ ലെയേഴ്സിൽ ഈ മിക്സ്ചർ ഒഴിച്ച് സോക്ക് ചെയ്യാൻ വെക്കുക. നടുക്കത്തെ ലെയറിൽ വിപ്പിംഗ് ക്രീം ചേർക്കുക. ടോപ്പ് ലെയറിൽ പിസ്ത സോസ് ഒഴിച്ച് നല്ലപോലെ കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് ഗാർണിഷിനായിട്ട് ഞാൻ കുറച്ച് പിസ്ത വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് കോഫി ഫില്ലിംഗ് ആണ്. 1.5 സ്പൂൺ കോഫിയും അതേ സെയിം അളവിൽ 1.5 സ്പൂൺ ഷുഗർ, ഡ്രോപ്പ് മാത്രം വെള്ളം ഒഴിച്ച് നല്ലപോലെ വിസ്ക് ചെയ്തു ഞാൻ. അപ്പം കുറച്ചൊന്ന് തിക്കായി വന്നു ആ കോഫി. മിൽക്കിൽ കുറച്ച് അതിൻ്റെ സോസ് ഒഴിച്ച് ഇതേപോലെ അറേഞ്ച് ചെയ്ത് ടോപ്പ് ലെയറിൽ കോഫിയും ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് ഞാനിവിടെ ചോക്ലേറ്റ്സ് ആണ് കട്ട് ചെയ്ത് വെച്ചത്.
ഇത് നല്ലപോലെ ക്രീമിയും സോഫ്റ്റും ടേസ്റ്റിയാണ്.